10 ആളുകൾ കൂടി ചേർന്നിട്ട് ഒരാളെ എതിർക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ 10 ആളുകൾ പറയുന്നത് ശരിയാണ് എന്നല്ല അതിന്റെ അർത്ഥം. പ്ലാസ്റ്ററും കൂടെ മേടിച്ചോണേ, എവിടെ വായിലൊട്ടിക്കാനാ? എനിക്ക് ഇവിടെ വർത്തമാനം കേട്ടിട്ട് ചൊറിഞ്ഞോണ്ട് വരുത്. പൊതുവെ ആളുകളില്ലേ പലപ്പോഴും സത്യത്തിന്റെ ശരിയുടെ കൂടെ ഒന്നല്ല. അവള് പറയാ പോവല്ലേ, നമുക്ക് നാളെ കാലത്ത് കാണാന്ന്. നാളെ കാലത്ത് കാണിച്ചു കൊടുക്കാം. ഐ വിൽ പ്രൂവ് ഹു ഐ ആം. കുറെ ആളുകൾ എന്താണോ പറയുന്നത് അതിന്റെ കൂടെ, അല്ലെങ്കിൽ ഒച്ചത്തിൽ എന്താണോ കേൾക്കുന്നത് അതിന്റെ കൂടെയാണ്. പ്രസംഗം അടിച്ച് കാരണക്കുറ്റി പൊട്ടിക്കും. ആ വീട്ടിലുള്ള മറ്റുള്ളവർ നിന്നോട് എന്ത് ദ്രോഹം ചെയ്തു? അവര് നൊന്ത് ശപിച്ചാൽ നീയൊക്കെ ഭസ്മമായി പോവും. ഭസ്മം. എല്ലാവരും ഒരേ വഴി കൂടെ പോകുമ്പോൾ ഇത് ശരിയാണോ എന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു കുറച്ച് ധൈര്യമെങ്കിലും വേണം. ജനക്കൂട്ടത്തിന്റെ കൂടെ പോവാൻ വലിയ ധൈര്യമൊന്നും വേണ്ട. പക്ഷെ ഞങ്ങൾക്ക് ധൈര്യമില്ല നിന്റെ കൂടെ യാത്ര ചെയ്യാനേ. അപ്പൊ എന്താണെന്ന് വെച്ചാ ഇവിടെ ഭയങ്കര പൊന്നിച്ചിട്ട് ശല്യം. ഞാൻ പോട്ടെ. നീ പബ്ലിക്കിലേക്ക് ഇറങ്ങിയിട്ട് ബസ്സിലൊക്കെ കയറിയിട്ട് നിന്റെ സാമാനങ്ങൾ വെച്ചിട്ട് ബാക്കിയുള്ളവരെ കോല എന്നിട്ട് നീ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അവരെ കുറ്റക്കാരനാക്കും. പറഞ്ഞാലോ പരമനാറി പട്ടി കഴിവേറടാ മോളെ. എല്ലാ മനുഷ്യരും ഒരേപോലെ അല്ലാന്ന് ചിലർക്കൊന്നും സഹിക്കില്ല. നീ ഇനി പബ്ലിക്കിലേ ഇറങ്ങണ്ട, നീ ബൈക്കിൽ ഇങ്ങനെ ചുറ്റി കറങ്ങിയാൽ മതി. നീ പൊതുസ്ഥലത്തോ ബസ്സിലോ ഇറങ്ങിയാല് ഞങ്ങൾക്ക് പേടിന് കുരിപ്പേ. നാട് മുഴുവൻ നിരങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് നടക്കുന്ന ചില അലവലാദികളുണ്ട്. സാരമില്ല, ഏതവന്മാരെ ഒതുക്കാനാണോ നമ്മുടെ ഒരു വകുപ്പില്ലാത്തത്? സാമാനം വെച്ച് വരച്ചിട്ടേ ബാക്കിയുള്ളവരെ നീ കൊല്ലോല. നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അടിപൊളിയായോണ്ട് നിനക്ക് ഇതേപോലെ ബൈക്കിൽ ചുറ്റി നടക്കാല ഒരാളെ കൊന്നിട്ട്. വല്ലാത്തതി കഷ്ടം.